ഏഷ്യ കപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിലെ രണ്ടാം മത്സരത്തിൽ പാകിസ്ഥാനെ തകർത്തെറിഞ്ഞുകൊണ്ട് ടീം ഇന്ത്യ ഉജ്ജ്വലമായ പ്രകടനമാണ് ഇന്ന് കാഴ്ചവെച്ചിരിക്കുന്നത്. ജയത്തോടുകൂടി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ടീം ഇന്ത്യ മുന്നേറിയപ്പോൾ ഗ്രൂപ്പിലെ ഒന്നാം സ്ഥാനമെന്നുള്ള മോഹമാണ് പാകിസ്ഥാന് നഷ്ടമായത്. മത്സരത്തിന്റെ സമഗ്രമായൊരു ചിത്രം പരിശോധിച്ചാൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ഇന്ന് 127 റൺസാണ് നേടിയത്. ഫർഹാന്റെയും സമാന്റെയും സ്ലോ ഇന്നിംഗ്സ് ഒഴിച്ചു നിർത്തിയാൽ പാകിസ്ഥാൻ ഇന്ത്യൻ ബോളിംഗിന് മുൻപിൽ കറങ്ങി വീഴുന്ന കാഴ്ച തന്നെയാണ് കണ്ടത്. 18 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് 3 വിക്കറ്റുമായി കുൽദീപ് യാദവും 2 വീതം വിക്കറ്റുകളുമായി അക്സർ പട്ടേലും ജസ്പ്രീത് ബുംറയും ഓരോ വിക്കറ്റുകൾ നേടി. ഹർദിക് പാണ്ഡ്യയും വരുൺ ചക്രവർത്തിയുമാണ് ഇന്ത്യക്ക് വേണ്ടി മികച്ച ബോളിംഗ് പ്രകടനങ്ങൾ കാഴ്ചവെച്ചത്. മറുപടി ബാറ്റിംഗിൽ പതിവ് രീതിയിൽ തന്നെ അഭിഷേക് ശർമ്മ മികച്ച തുടക്കമാണ് ടീം ഇന്ത്യക്ക് സമ്മാനിച്ചത്. 4 4-ഉം 2 6-ഉം സഹിതം 31 റൺസാണ് അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നത്. ഗിൽ നിരാശപ്പെടുത്തിയപ്പോൾ ക്യാപ്റ്റന്റെ ഇന്നിംഗ്സുമായി സൂര്യകുമാർ യാദവ് തന്നെയാണ് ഇന്ന് ഇന്ത്യയുടെ ചേസിംഗിന്റെ മെയിൻ ഇന്നിംഗ്സായി മാറിയത്. തിലക് വർമ്മയ്ക്കൊപ്പം നിർണായക പാർട്ണർഷിപ്പ് ഉണ്ടാക്കി ടീം ഇന്ത്യയെ വിജയതീരത്തെത്തിക്കാനായി സൂര്യകുമാർ യാദവിന് സാധിച്ചിരുന്നു. തിലക് വർമ്മ പുറത്തായപ്പോൾ മലയാളി താരം സഞ്ജു സാംസണ് ബാറ്റിംഗിന് അവസരം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആൻഡ് ബാറ്റിംഗ് കോമ്പിനേഷൻ ടീം ഇന്ത്യ പ്രിഫർ ചെയ്യുന്ന സാഹചര്യത്തിൽ ശിവം ദുബെയാണ് ടീം ഇന്ത്യ പരിഗണിച്ചത്. എന്തായാലും മികച്ച വിജയം തന്നെയാണ് പാകിസ്ഥാനെതിരെ ഇപ്പോൾ ടീം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. ജയത്തോടുകൂടി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി തന്നെ ടീം ഇന്ത്യ നോക്കൌട്ട് മത്സരങ്ങളിലേക്ക് എത്തുമെന്നുള്ള കാര്യം ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.